അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ള എന്താ അറിയോ, ബ്യൂട്ടി സോപ്പും കൊണ്ടാട്ടോ. നമ്മച്ചിത് ഒരുപാട് സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. മെയിൻ ആ ചെടിയൊക്കെ ബീറ്റ്റൂട്ടാട്ടോ വാങ്ങിയത്. അപ്പൊ ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞിട്ട് നല്ല പോലെ മിക്സിയിലിടിച്ചിട്ട് അടിച്ചെടുക്കണേ. പിന്നെ ഉമ്മച്ചിന്റെ അടുത്ത് പല വിധത്തിലുള്ള അച്ചുകൾ ഉമ്മച്ചിന്റെ അടുത്ത് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലോട്ട് മെയിനായിട്ടുള്ള സോപ്പ് ബേസ് വേണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് കച്ചറവായ എടുത്തിട്ടുണ്ട്, ബീറ്റ്റൂട്ട് അരച്ചത് എടുത്തിട്ടുണ്ട്, വിറ്റാമിന്റെ ഗുളിക എടുത്തിട്ടുണ്ട്, കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്, മുൾത്താണി മിറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ സോപ്പൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ഗ്ലിസറീനും ബദാം ഓയിലും ഒക്കെ ചേർത്ത് കൊടുക്കണേ. നിങ്ങളടുത്ത് ബദാം ഓയിൽ ഇല്ലെങ്കിൽ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാട്ടോ. ഇനി നമുക്ക് സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്ത് പറ്റണേ. ഇപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുള്ള 500 ഗ്രാം സോപ്പ് ബേസ് ആണ് കേട്ടോ. പാത്രത്തിന് അടക്കാണ് കേട്ടോ വേവിച്ച് കാണിച്ചത്. അപ്പൊ ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. ആദ്യം തന്നെ ഒരു പാത്രത്തേക്ക് നമുക്കൊരു 2 സ്പൂണ് ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ബീറ്റ്റൂട്ട് ജ്യൂസ് അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലായിട്ട് 1 സ്പൂണ് കച്ചറവായ ചേർത്ത് കൊടുക്കാം. കച്ചാറവായും ജ്യൂസ് അടിച്ചതാണ്. ഇനി നമുക്ക് 1 സ്പൂണ് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മുൾത്താണി മിറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതേപോലെ 1 സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വിറ്റാമിൻ ഗുളിക പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബദാം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 സ്പൂണ് ഗ്ലിസറിൻ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. കട്ട പോലെ അല്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഗായ്സ്, അപ്പം സോപ്പ് ബേസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ മെൽറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് സോപ്പിലേക്ക് വേണ്ടിയ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ, നമ്മളെ കൂട്ടുപിട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മോൾഡിന്റെ പത സ്പൂൺ കൊണ്ട് ഒഴിവാക്കി കൊടുക്കാട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് സോപ്പ് നല്ല വൃത്തി കിട്ടാനാണ്. അങ്ങനെ ഗായ്സ്, ഇവിടെ നമ്മളെ സോപ്പ് 1 മണിക്കൂറായപ്പോഴത്തോടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ സച്ചായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് പാത്രത്തിലൊന്ന് മാറ്റി കൊടുത്താലോ. കണ്ടില്ലേ, ഭംഗിയുള്ള സോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാനും എന്റെ സൺകാക്കുമാണ് കേട്ടോ ഇതിന്ന് സോപ്പൊക്കെ എടുക്കണത്. നല്ല മനസ്സിലായിന്, എനിക്ക് നല്ല ഇഷ്ടാട്ടോ നിങ്ങളെ മോൾഡ് നിങ്ങളെ സോപ്പ് എടുക്കാന്. ഗായ്സ്, നിങ്ങൾക്ക് എന്റെ സോപ്പിന്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് മറക്കരുത്. എന്നാ പിന്നെ കാണാം. ബൈ.